ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആന്റി ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നു 1992 ലോകകപ്പ് സെമി ഫൈനലിലെ ആ മഴ നിയമം. സിഡ്നിയിലെ പുൽമൈതാനത്ത് ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ വന്ന ആ മത്സരം പ്രോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കളിയായിരുന്നില്ല. വംശീയ വിവേചനത്തിന്റെ വിലക്കുകൾ നീങ്ങി അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ അവരുടെ ആദ്യ ലോകകപ്പിലെ സ്വപ്നതുല്യമായ കുതിപ്പായിരുന്നു. 253 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കെപ്ലർ വെസൽസും ജോണ്ടി റോഡ്സും പൊരുതിയപ്പോൾ ജയം അല്പം അകലെ മാത്രമായിരുന്നു. മത്സരം അവസാന ഓവറുകളിലേക്ക് കടക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 13 പന്തിൽ വെറും 22 റൺസ്. ആവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മഴയെത്തിയത്. ഏകദേശം 12 മിനിറ്റ് നേരം കളി തടസ്സപ്പെട്ടു. മഴ മാറി കളി പുനരാരംഭിച്ചപ്പോൾ അന്നത്തെ വിചിത്രമായ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഓവർ നിയമപ്രകാരം ഓവറുകൾ വെട്ടിക്കുറച്ചു. ഫലം വന്നപ്പോൾ ക്രിക്കറ്റ് ലോകം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. മഴയ്ക്ക് മുൻപ് 13 പന്തിൽ 22 റൺസ് വേണ്ടിയിരുന്ന സ്ഥാനത്ത് മഴയ്ക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്ക് ലഭിച്ചത് ഒരൊറ്റ പന്തിൽ 22 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യം. സ്റ്റേഡിയത്തിലെ ഡിജിറ്റൽ ബോർഡിൽ ആ സ്കോർ തെളിഞ്ഞപ്പോൾ ഗ്യാലറിയിൽ നിശബ്ദത പടർന്നു. ലോകം കണ്ട ഏറ്റവും വലിയ അനീതിക്ക് സാക്ഷ്യം വഹിച്ച ദക്ഷിണാഫ്രിക്കൻ താരങ്ങളുടെ മുഖത്തെ നിസ്സഹായത ഇന്നും ഒരു കായിക പ്രേമിക്കും മറക്കാനാവില്ല. മാക്മില്ലൻ ആ പന്ത് സിംഗിൾ എടുത്ത് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി ക്രീസ് വിട്ടു. ഒരു മികച്ച ടീം പൊരുതിത്തോറ്റതല്ല, മറിച്ച് സാങ്കേതികമായ നൂലാമാലകളിൽ കുടുങ്ങി തോൽപ്പിക്കപ്പെട്ടതായിരുന്നു അത്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലെ ചോക്കേഴ്സ് എന്ന വിശേഷണത്തിന്റെ ആദ്യ വിത്തുകൾ പാകിയത് ഒരുപക്ഷെ സിഡ്നിയിലെ ആ മഴത്തുള്ളികളായിരിക്കാം. 2025 അവർ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടമുയർത്തുമ്പോൾ 33 വർഷം മുൻപ് ഹൃദയം തകർന്നുപോയ ആ തലമുറയ്ക്ക് കൂടിയാണ് നീതി ലഭിച്ചത്. ആ മഴത്തുള്ളികൾ തകർത്തെറിഞ്ഞത് ഒരു ടീമിന്റെ പ്രതീക്ഷകൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തെ കൂടിയായിരുന്നു. പിന്നീട് വന്ന ദശകങ്ങളിൽ പ്രോട്ടീസ് നേരിട്ട ഓരോ നോക്കൌട്ട് തോൽവികളിലും 92 ആ അസാധ്യമായ ഒറ്റപ്പന്തിൽ 22 റൺസ് എന്ന ശാപം അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കാലം അതിന്റെ എല്ലാ കണക്കുകളും തീർക്കുന്നത് കാണാൻ 2025 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. 33 വർഷങ്ങൾക്ക് മുൻപ് എവിടെയാണോ അവർ നിശബ്ദരായി തലകുനിച്ചു നിന്നത്, അവിടെ നിന്ന് ആഫ്രിക്കൻ സിംഹങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അവർ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഉയർത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളും ആഘോഷിച്ചു. ചരിത്രം അവരെ ചോക്കേഴ്സ് എന്ന് വിളിച്ചെങ്കിൽ വർത്തമാനകാലം അവരെ ലോകത്തിന്റെ രാജാക്കന്മാർ എന്ന് തിരുത്തി എഴുതി. പോരാട്ടം ഉപേക്ഷിക്കാത്തവർക്ക് മുന്നിൽ ഒടുവിൽ വിധി പോലും മുട്ടുമടക്കും.